നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ബിരിയാണി എത്തുന്ന കറുത്ത പാത്രം വെറും ഒരു കണ്ടെയ്നർ അല്ല, അതൊരു സൈലന്റ് കില്ലറാണോ? സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഡോക്ടർ നന്ദിത അയ്യരുടെ ഈ മുന്നറിയിപ്പ് വായിച്ചാൽ ഇനി മുതൽ ആ പ്ലാസ്റ്റിക് പാത്രങ്ങൾ കഴുകി സൂക്ഷിക്കാൻ നിങ്ങൾ മടിച്ചേക്കും. വശീകരിക്കുന്ന നിറത്തിനും ഉറപ്പിനും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ആ വലിയ അപകടം ഇങ്ങനെയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ഇത്തരം കറുത്ത പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ പലതും പഴയ കമ്പ്യൂട്ടറുകൾ, ടെലിവിഷനുകൾ, കീബോർഡുകൾ തുടങ്ങിയ ഇലക്ട്രോണിക് മാലിന്യങ്ങൾ റീസൈക്കിൾ ചെയ്ത് നിർമ്മിക്കുന്നവയാണ്. ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ തീപിടുത്തം തടയാൻ ഉപയോഗിക്കുന്ന ചില രാസവസ്തുക്കൾ റീസൈക്ലിംഗിനിടെ പൂർണ്ണമായി നീക്കം ചെയ്യപ്പെടാത്തതിനാൽ അവ ഭക്ഷണപാത്രങ്ങളിലേക്കും കടക്കാനുള്ള സാധ്യതയുണ്ട്. സാധാരണയായി ഭക്ഷണവുമായി സമ്പർക്കത്തിൽ വരാൻ പാടില്ലാത്ത ഈ വിഷാംശങ്ങൾ മനുഷ്യാരോഗ്യത്തിന് ദോഷകരമാണെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. പ്രത്യേകിച്ച് ചൂടുള്ളതും എണ്ണമയമുള്ളതുമായ ഭക്ഷണം ഇത്തരം പാത്രങ്ങളിൽ സൂക്ഷിക്കുമ്പോൾ രാസവസ്തുക്കൾ ഭക്ഷണത്തിലേക്ക് അലിഞ്ഞു ചേരാൻ സാധ്യത കൂടുതലാണ്. ബിരിയാണി പോലുള്ള വിഭവങ്ങൾ ഇതിൽ വെക്കുകയോ മൈക്രോവേവ് ഓവനിൽ ഈ പാത്രം ഉപയോഗിച്ച് ഭക്ഷണം ചൂടാക്കുകയോ ചെയ്യുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ദീർഘകാലമായി ഇത്തരം പാത്രങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് ഹോർമോൺ അസന്തുലിതാവസ്ഥ, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, പ്രത്യുൽപാദന ബുദ്ധിമുട്ടുകൾ, കുട്ടികളുടെ വളർച്ചാ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. നമ്മുടെ അടുക്കളകളിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ ഉണ്ടാക്കുന്ന സൗകര്യം വലുതാണെങ്കിലും അത് നൽകുന്ന ആരോഗ്യ ഭീഷണി അതിലും വലുതാണ്. കാണാൻ നല്ലതാണ്, ഉറപ്പുള്ളതാണ് എന്ന പേരിൽ ഈ പാത്രങ്ങൾ കഴുകി വീണ്ടും ഉപയോഗിക്കുന്നത് വഴി നാം രാസവിഷാംശങ്ങളെ ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. ചെറിയ മാറ്റങ്ങളിലൂടെ വലിയ വിപത്തുകളെ തടയാൻ നമുക്ക് സാധിക്കും. പുറത്തുനിന്നുള്ള ഭക്ഷണം വീട്ടിലെത്തിയാൽ ഉടൻ പാത്രം മാറ്റുക എന്ന ലളിതമായ ശീലത്തിലൂടെ ഭക്ഷണത്തിലെ ശുദ്ധി ഉറപ്പാക്കാം. ആരോഗ്യകരമായ ഒരു ജീവിതശൈലി എന്നത് വില കൂടിയ ചികിത്സകളിലല്ല, മറിച്ച് ദിവസേന നാം പാലിക്കുന്ന ഇത്തരം ചെറിയ മുൻകരുതലുകളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഓർക്കുക, നിങ്ങളുടെ ഒരു നിമിഷത്തെ അശ്രദ്ധ നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യത്തെ അപകടത്തിലാക്കാതിരിക്കട്ടെ.